ഒമാനിയ പ്രേക്ഷകരെ എല്ലാവർക്കും ഡിംബു സ്റ്റോക്സിലേക്ക് വീണ്ടും സ്വാഗതം. നാലര മാസങ്ങൾക്ക് മുമ്പ് കടക്കിൽ 13 വയസ്സുള്ള 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൂജ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി സ്വന്തം വീട്ടിൽ അച്ഛൻ പുറത്തു പോയ സമയത്ത് അമ്മയും അനിയനും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. തൂങ്ങി മരിച്ച മതി. കാരണം വേറൊന്നുമല്ല, പ്രേമനിരാശ. ഇന്നത്തെ കുട്ടികളുടെ മൈൻഡല്ലേ, അങ്ങനെ പ്രേമനിരാശ കാരണം ഈ കുട്ടി തൂങ്ങി മരിച്ചു. അങ്ങനെ കുട്ടി തൂങ്ങി മരിക്കാൻ നേരത്ത് ഒരു കടലാസിൽ എഴുതി വെച്ചിട്ടാണ് പോയത്. അജ്മൽ എന്ന് പേരുള്ളൊരു പയ്യൻ, അജ്മൽ ഖാൻ, നീയാണ് എൻ്റെ മരണത്തിന് കാരണം എന്ന പേര് ആ കടലാസിൽ എഴുതി വെച്ചിട്ട് ആ കുട്ടി തൂങ്ങി മരിച്ചിരിക്കുന്നത്. സംഭവം നടന്നത് 4.5 മാസം മുമ്പാണ്. 4.5 മാസത്തിന് ശേഷമുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ കേസ് അന്വേഷിച്ച് പോലീസ് പോയപ്പം ഈ അജ്മൽ എന്ന് പറഞ്ഞ പയ്യൻ സ്ഥലത്തില്ല. ഇതിലും ബഹുക്കേമം വിശേഷം പറഞ്ഞുതരാം. കൊച്ചിന് വെറും 13 വയസ്സേ ഉള്ളൂ, 9ലാണ് പഠിക്കുന്നത്. എൻ്റെ വീട്ടിലും 9 പഠിക്കുന്ന ഒരു കൊച്ചുണ്ട്, ഒരു മോള്, ചേട്ടൻ്റെ മോളാണ്. ഈ പറഞ്ഞ അജ്മൽ എന്ന് പറഞ്ഞ പയ്യന് 27 വയസ്സുണ്ട്. ലവ് ജിഹാദ് എന്ന് പറഞ്ഞ സാധനം നല്ലപോലെ മണക്കണുണ്ട് കേട്ടാ. ഇതിൽ 27 വയസ്സുള്ള ഈ മുതുക്കായി ഈ 13 വയസ്സുള്ള പെണ്ണിനെ പ്രേമിക്കാൻ വേണ്ടി ബാക്കിൽ നിന്ന് പോയി പ്രേമിച്ച് വളച്ച് അവൻ ഒരു ദിവസം ഈ കൊച്ചിനെ അവൻ കാറിൽ കയറ്റിക്കൊണ്ട് എവിടെ പോയതിനു ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ കൊച്ചു വരുന്നുള്ള പിണക്കം ഇവൻ എന്തൊക്കെയോ വേണ്ടാത്ത എന്തെങ്കിലും കാണിച്ചാണോ കുട്ടിയുടെ അടുത്ത്. അങ്ങനെ ആ കുട്ടിക്ക് അത് വിഷമമായി. അത് വീട്ടിൽ വന്നു. 10 ദിവസത്തോളം അത് അതിൻ്റെ കൂട്ടുകാരിയുടെ പേര് അലീനയുടെ കുടുംബവും ഈ കൊച്ചിൻ്റെ കുടുംബവും തമ്മിൽ ഭയങ്കര ബന്ധത്തിലാണ്. അങ്ങനെ ഈ കുട്ടി, മരിച്ചുപോയ കുട്ടി, പൂജ എന്ന് പറഞ്ഞ കുട്ടി, ഈ അലീന എന്ന് പറഞ്ഞ ഫ്രണ്ടിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളെല്ലാം പറയുകയാണ്, ഇങ്ങനെ നടന്ന സംഭവങ്ങളൊക്കെ. ഇപ്പോൾ മരിക്കുന്നതിന് മുമ്പ് ഈ കൊച്ച് സൂയിസൈഡ് അറ്റംപ്റ്റിന് ട്രൈ ചെയ്തു. ഒരു ദിവസം കഴുത്തിൽ ഷോളം തോട് ഇറുക്കി കെട്ടി ട്രൈ ചെയ്തു. അത് ഈ കാര്യങ്ങളൊക്കെ ഈ അലീന എന്ന് പറഞ്ഞ കൊച്ചിൻ്റെ അമ്മയ്ക്കും ഫാമിലിക്കും ആ കൊച്ചിൻ്റെ വേറെ ഏട്ടത്തിയമ്മയോ അങ്ങനെ ആരോ, അവർ LLB ഒക്കെ പഠിക്കുന്ന ആൾക്കാരാണ്, അവരുടെ അടുത്ത് എല്ലാം പറഞ്ഞു. ഇവർക്കല്ലേ കാര്യങ്ങളറിയാം. എന്നിട്ട് പോലും ഇങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് മനസ്സിലാക്കിയ ഇവർ ഈ കാര്യമൊന്നും ഈ കൊച്ചിൻ്റെ വീട്ടിൽ അറിയിച്ചിട്ടില്ല. ഈ പൂജയുടെ വീട്ടിൽ ലവ് ജിഹാദ് നല്ലപോലെ മണക്കണമുണ്ട്. വെളുപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പെയിൻ്റ് അടിക്കല്ലേ കേട്ടാ. അതിന് നമ്മളെ തട്ടകത്തിലുള്ള പിള്ളേരെ തന്നെ നിങ്ങൾക്ക് വേണം അല്ലേ. 27 വയസ്സുള്ള ഇവന് ഈ 13 വയസ്സുള്ള പെണ്ണിനെ പ്രേമിച്ച് ഈ ഒരു പരുവത്തിലാക്കി ആ കൊച്ചിനെ കൊലയ്ക്ക് കൊടുത്തിട്ട് ഇവൻ നൈസാ അങ്ങ് ദുബായിലും കയറി നാട് വിട്ടുകളാണ്. ഇപ്പോൾ പോലീസ് അവനെ ഡീപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടാൻ പോകുന്നില്ല. കിട്ടിയ പോലീസിൻ്റെ കഴിവെന്ന് വേണം പറയാൻ. ഇവനൊക്കെ അവിടെ ആയെങ്കിലും ഒട്ടകം മേച്ചെങ്കിലും ജീവിക്കും. കാര്യം ഇവനെ പോലുള്ള മൈരന്മാർക്കൊക്കെ ദുബായ് പോലുള്ള സ്ഥലങ്ങൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസാണ് കൊടുക്കണം. നീ കയറി വാ, എന്തൊരു കണ്ണം തരുവോ നാട്ടിൽ കാണിച്ചിട്ടെങ്കിലും കയറി വാ, നമ്മളുണ്ട്, നമ്മൾ വാങ്ങിക്കോളാം. കാര്യം അന്നം തരണ നാടാണല്ലേ. മരുഭൂമിയിലാണെങ്കിൽ മിലാഫ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഊമ്പിയ സാധനം ഇപ്പോൾ കിട്ടും. അതും കുടിച്ച് അവനെ കിടന്നോളൂ അവിടെ. കാര്യം അവന്മാർക്ക് മുലപ്പാലിനെ കാട്ടിയപ്പോൾ വലുത് മിലാഫാണ് എന്നാണ് പറയണത്. ഇവൻ നാട് വിട്ട്. ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ 4.5 മാസമായി ഇവനെ ഇപ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ്. ഇവനെ കൈ കിട്ടിയ അവനുള്ള പരിപ്പോടയും ചായം പോലീസ് നിയമവും ഇവിടുത്തെ കോടതി എല്ലാം നല്ല രീതിയിൽ കൊടുത്തോളൂ എന്നുള്ള സംഭവം അത് കിട്ടിക്കോളും. കാര്യം ഇതിപ്പോൾ ഒരു മർഡറും പോസ്കോയും എല്ലാം കൂടെ ചേർന്ന് കരുതിക്കൂട്ടി ചെയ്തൊരു സംഭവം പോലെ ആയി. കാര്യം ഇപ്പം നമ്മളെ നാട്ടിൽ നടക്കുന്നതെന്ന് തന്നെ എന്തൊരു കുറ്റം ചെയ്ത് കഴിഞ്ഞാലും നാട് വിട്ട് പോവുക എങ്കിൽ രക്ഷപ്പെട്ടല്ലോ. പിന്നെ ആരും അന്വേഷിച്ച് വരത്തില്ല, ഒന്നും ചെയ്യത്തില്ല. കാര്യം അവൻ്റെ കയ്യിൽ പണമുണ്ട്, യവന്മാരുടെ കയ്യിൽ പ്രശസ്തിയുണ്ട്, യവന്മാർക്ക് ആൾക്കാരുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. ഇവരെ പിന്നിൽ നിന്ന് ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വരെ ആളുണ്ട്. കാര്യം അല്ലെങ്കിൽ 27 വയസ്സായ ഒരു മുതുക്കനെ പിടിച്ച് 13 വയസ്സുള്ള ഒരു പെണ്ണിനെ അവൻ പ്രേമിക്കണം ആരുടെ പറഞ്ഞാലും ആദ്യം വിവരമുള്ള ഒരുത്തനാണെങ്കിൽ അവരുടെ അടുത്ത് പറയടാ പോസ്കോ അടിച്ച് കിട്ടും. ഇതുപോലും പറയാതെ അവനെ പോലുള്ളവന്മാരെ പ്രോത്സാഹിപ്പിച്ച് ഇതിലോട്ട് ലയിച്ച് വിടുന്ന ഒരു സമ്പ്രദായം തന്നെ അവന്മാരെ ബാക്കിലുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ കുട്ടി മൊബൈൽ ഫോൺ യൂസ് ചെയ്തത് സ്വന്തം അമ്മയുടെ ഫോണാണ് ഈ കുട്ടി ഇൻസ്റ്റാഗ്രാമിനൊക്കെ വേണ്ടി യൂസ് ചെയ്തോണ്ടാണ്. ഒരു കാരണവശാലും വീട്ടുകാർ പിള്ളേർക്ക് മൊബൈൽ ഫോൺ കൊടുക്കരുത്. കാര്യം ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് ഒന്നും ഇല്ല. അപ്പോൾ ഇവർക്ക് അറിയത്തില്ല ഈ കൊച്ചെന്തിനാണ് ഇത്രയും നേരം ഫോൺ യൂസ് ചെയ്യുന്നത്, ഫോണിൽ എന്താണ് യൂസ് ചെയ്യുന്നത്, ഫോണിൽ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടോ. എന്തായാലും ഫോണിൽ ഇൻസ്റ്റാഗ്രാമിൽ വായിക്കാറുണ്ടെങ്കിലും ഫോൺ വഴി ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടെന്നുള്ളതൊക്കെ ഇന്നത്തെ ആൾക്കാർക്ക് എല്ലാവർക്കും നല്ല വെളിവാണ്. അതറിഞ്ഞുകൂടെന്ന് ഒരു വീട്ടുകാരും പറയരുത്. അപ്പോൾ വീട്ടുകാർക്കും ഇതിൽ കുറച്ച് കുഴപ്പങ്ങളുണ്ട്, അവരും ശ്രദ്ധിച്ചില്ല. ഇന്നത്തെ കാലത്ത് പെൺമക്കളെ പ്രത്യേകിച്ച് വളർത്തുമ്പോൾ 10-20 വയസ്സ് വരെ നല്ല ശ്രദ്ധയോടെ തന്നെ വളർത്തണം.
കാര്യം അവർക്ക് പ്രായവും പക്വത ആവണ പോലെ അവരെ പുറകെ നടന്ന് ബുദ്ധി പറഞ്ഞു കൊടുത്താൽ മാത്രമേ അവർക്ക് ഇന്നത്തെ ഈ ലോകത്ത് അവർക്കത് മനസ്സിലാവൂ. ഇല്ലെങ്കിൽ അവർക്കത് മനസ്സിലാവൂല. കാര്യം മിനിറ്റിന് വെച്ച് ഇമോഷൻസും ഫീലിങ്സും മറന്നു പോകണ ലോകമാണ് നമ്മളതല്ല. ഒരു സിനിമയിൽ ഒരു സങ്കട സീൻ കാണുമ്പോൾ 5 സെക്കൻഡത്തേക്ക് നമ്മൾ കരയും, അത് തന്നെ ഒരു കോമഡി കാണുമ്പോൾ നമ്മൾ ചിരിക്കും, വേറെ റോസ്റ്റിംഗ് കാണുമ്പോൾ നമ്മൾ അതിനെ പരിഹസിക്കും. അങ്ങനത്തെ ഒരു ലോകവും ഫ്രാൻറ്റിക് ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള ഒരു ലോകത്ത് പറ്റുവെച്ചാൽ പെൺമക്കളുള്ള മാതാപിതാക്കൾ വീട്ടില് 10 വയസ്സ് തൊട്ട് 20 വയസ്സ് വരെ അവരെ പുറകെ നടന്നവരെ ശ്രദ്ധിക്കണം. സമയമില്ലെന്ന് നോക്കരുത്. കാര്യം സമയമില്ലെങ്കിൽ ഇതുപോലെ ഇല്ലാത്ത സമയം നോക്കി പിള്ളേരെ ഇങ്ങനെയൊക്കെ ചെയ്തു കളയും. നിങ്ങൾക്ക് നഷ്ടം ഒരു ജീവനാണ്. ജീവൻ മാത്രമല്ല, നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് സ്വപ്നം കണ്ട് വളർത്തിയ പിള്ളേരാ പോകുന്നത്. അപ്പൊ നമ്മൾ ആ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അവിടെ. കാര്യം ഏതൊരു കൊച്ചിനെ നോക്കിയാലും നമുക്ക് അവർക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, സ്വന്തമായിട്ട് അവർക്ക് യൂസ് ചെയ്യാൻ അറിയാം, അവരതിൽ റീൽസ് വരെ ഇടുന്നുണ്ട്. റീൽസ് ഇടുമ്പോൾ വീട്ടുകാരെ വിചാരം ഫേമസ് ആകുന്നുള്ളൂ. ഫേമസ് മാത്രമല്ല, ഈ ഫെയിമിന്റെ കൂടെ ഷെയ്മം എന്ന് പറഞ്ഞ സാധനമുണ്ട്. നാണക്കേട് നമ്മുടെ ജീവിതത്തിലോട്ട് കടന്നു വരികയാണ് ആ സമയത്ത്. അത് നമ്മൾ മനസ്സിലാക്കാത്തതിന് ഏറ്റവും വലിയ തെറ്റ്. അപ്പൊ എനിക്ക് തരാനുള്ള ഉപദേശം ഒന്നെന്ന് വെച്ചാൽ, ഇതുപോലെയുള്ള ചേട്ടന്മാര് ഇപ്പം എല്ലാ വർഗത്തിലും ഇങ്ങനത്തെ ചേട്ടന്മാരില്ല. ഇതിന് വേണ്ടി നടക്കുന്ന ചേട്ടന്മാരുണ്ട്. ഈ പരിപാടികൾ ചെയ്യാൻ വേണ്ടി മാത്രം നടക്കുന്ന ചേട്ടന്മാരെയൊക്കെ മക്കളെ നിങ്ങൾ നല്ലപോലെ സൂക്ഷിക്കുക. കാര്യം നിങ്ങൾക്കുള്ള ഒരു ജീവിതമേ ഉള്ളൂ. മാനം പോയാൽ തിരിച്ചു കിട്ടൂല. മാനം മാത്രമല്ല, നിങ്ങളെ ഓർത്ത് വീട്ടിൽ ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായിട്ടൊക്കെ നിങ്ങൾ അച്ഛനമ്മമാരും സഹോദരങ്ങളും അങ്ങനെ ഒട്ടനവധി ആൾക്കാരുണ്ട് നിങ്ങളെക്കുറിച്ച് നല്ലത് നടക്കാൻ വേണ്ടി ചിന്തിക്കണം. ഇതുപോലുള്ള വിഷവിത്തുകളെ കയ്യിലൊന്നും ചെന്ന് പെടരുത്. ഇതുപോലത്തെ മൈരന്മാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ മുഖത്ത് നോക്കി ചോദിക്കാനുള്ള ധൈര്യമെങ്കിലും നിങ്ങൾ പെൺമക്കളെ നിങ്ങൾക്ക് ഉണ്ടാവണം എന്നേ ഞാൻ പറയും.